ഓട്ടോ സ്റ്റാർക്കിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇതൊരു ഫോർച്യൂണർ വിത്ത് EDFC ആണ്, ടീൻ വിത്ത് EDFC. എന്നാൽ ഇതിൻ്റെ പ്രത്യേകത അതല്ല, ഇത് EDFC 5 ആണ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്നത്. മേ ബി ദിസ് വിൽ ബി ഇന്ത്യസ് ഫസ്റ്റ് ഫോർച്യൂണർ ടൈപ്പ് 2 വിത്ത് EDFC 5. അപ്പോൾ EDFC ആക്റ്റീവ് പ്രോ ലാസ്റ്റ് വന്നപ്പോഴത്തേക്കും 4 ആക്ച്വേറ്റേഴ്സും നമുക്ക് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞായിരുന്നു. എന്താണ് EDFC, എന്താണ് ടീൻ്റെ വർക്കിംഗ് എന്നുള്ളതെന്ന് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രീവിയസ് ഓട്ടോ സ്റ്റാർട്ടിൻ്റെ വീഡിയോ കാണാം. അപ്പോൾ EDFC 5 വരുമ്പോൾ ഇൻഡിവിജ്വൽ കൺട്രോൾസ് കൂടാതെ നമ്മളൊരു ടേൺ എടുത്തു കഴിഞ്ഞാലാണ് ആക്റ്റീവ് പ്രോയിൽ വണ്ടി ചെരിയുന്നതായിട്ടും ഏത് സസ്പെൻഷൻ സ്റ്റിഫ് ആൻഡ് സോഫ്റ്റൊക്കെ ആക്കണം എന്നത് സെൻസ് ചെയ്യുള്ളൂ. പക്ഷേ EDFC 5 വരുമ്പോൾ ടേൺ ചെയ്യുന്നതിന് മുമ്പ് സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി സെൻസ് ചെയ്യും ഇത് ഈ സൈഡിലോട്ടായിരിക്കും തിരിയുക, അല്ലെങ്കിൽ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് സെൻസ് ചെയ്ത് അഡ്വാൻസ്ഡ് ആയിട്ട് ഇതിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്ത് വെക്കും. അതായത് ജേർക്കിംഗ് ആണ് ഇത് സെൻസ് ചെയ്യുക. ഇത് തന്നെ എല്ലാ പാരാമീറ്റേഴ്സും വെച്ചിട്ടായിരിക്കും കാൽക്കുലേറ്റ് ചെയ്തിട്ടായിരിക്കും EDFC പെർഫോം ചെയ്യുക. റോഡിലോ അല്ലെങ്കിൽ നമ്മൾ ഓഫ് റോഡിലോ അല്ലെങ്കിൽ ഏത് ടെറൈനിലാണെന്നുണ്ടെങ്കിലും നമ്മൾ ഓടിക്കുന്ന കണ്ടീഷനനുസരിച്ച് ഒരു ചെറിയ മാറ്റം പോലും ഇല്ലാതെ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് എല്ലാ ആക്ച്വേറ്റേഴ്സും ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ് EDFC 5ൻ്റെ പ്രത്യേകത. അപ്പോൾ EDFC 5 എന്താണെന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. അപ്പോൾ നമ്മളുടെ കയ്യിൽ ഇത് EDFC 5 ബോക്സ് ആണത്. ബോക്സ് വരുന്ന ഇതിൻ്റെ അറ്റാച്ച്മെൻറ്റ്സ് ആണ്. വയർ ടാമർ ചെയ്യാതെ നമുക്ക് ഇതിനകത്ത് കണക്ട് ചെയ്തിട്ട് എടുക്കാൻ പറ്റും. പിന്നെ ഇതിൽ വരുന്ന ഇതാണ് ആക്ച്വലി വൈഫൈ കൺട്രോൾ മോഡ്യൂൾ വരുന്നത്. ഈ 2 മോഡ്യൂളിൽ നിന്നാണ് ആക്ച്വേറ്ററിലേക്ക് ഇൻസ്ട്രക്ഷൻസ് പോവുക. അതിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ളതാണ് ഈ 2 കിറ്റ്സ്. ഇതെല്ലാം റിസീവർ സിഗ്നലാണ്. ഇതാണ് ഹെഡപ്പ് യൂണിറ്റ്. നമ്മൾ മെയിൻലി ഇപ്പോൾ ചേഞ്ച് ചെയ്യുന്നത് ഈ EDFC 5 എന്നുള്ള ഈ മോഡ്യൂൾ. ഇതാണ് ആക്ച്വലി വരിക. ഇതിൻ്റെ കൂടെ വരുന്ന ആക്ച്വേറ്റർ മോട്ടോഴ്സാണ്. ഞാൻ മുമ്പത്തെ വീഡിയോയിലും കാണിച്ചിട്ടുണ്ട്. ആക്ച്വേറ്റേഴ്സിൻ്റെ ഇതിൻ്റെ ഡാമ്പിംഗ് കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ നോർമലി യൂസ് ചെയ്യുന്ന സ്റ്റെം മെത്തേഡ് മാനുവലി തിരിക്കുന്നതിന് പകരം ഈ ആക്ച്വേറ്റർ മോട്ടറായിരിക്കും ഇതിൻ്റെ മുകളിൽ പ്ലേസ് ചെയ്യുക. ഈ മോട്ടർ എപ്പോൾ തിരിക്കണം, എപ്പോൾ ടേൺ ചെയ്യണം, എത്ര ടേൺ ചെയ്യണം എന്നുള്ളത് ഹെഡപ്പ് യൂണിറ്റിൽ നിന്നാണ് വർക്ക് ചെയ്യുക. നമ്മൾ മുമ്പ് ചെയ്തുകൊണ്ടിരുന്നതാണ് EDFC ആക്റ്റീവ് പ്രോ. ആക്റ്റീവ് ഉണ്ട്, ആക്റ്റീവ് പ്രോ ഉണ്ട്. ഈ ആക്റ്റീവിനേക്കാളും EDFC 5 മെയിൻലി ഡിഫറൻസ് വരുന്നത് ഇതിനകത്തൊരു ജെർക്ക് കൺട്രോൾ ഉണ്ട്. നേരത്തെ നമ്മൾ ആക്റ്റീവിൽ വരുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെഹിക്കിൾ ടേൺ ചെയ്ത് കഴിയുമ്പോഴോ ബ്രേക്ക് ചെയ്യുമ്പോഴോ ഡിവൈസിൽ ഇൻപുട്ട് വന്നാൽ മാത്രമാണ് ഇതിനകത്തേക്ക് മോട്ടറിലേക്ക് ഇതിനകത്ത് ഇൻസ്ട്രക്ഷൻ പോവുള്ളൂ. പക്ഷേ EDFC 5 വരുമ്പോൾ ജെർക്ക് സെൻസ് ചെയ്യും. സ്റ്റിയറിംഗ് ടിൽറ്റോ അല്ലെങ്കിൽ ബ്രേക്കിങ്ങോ ആക്സലറേഷനോ മൈന്യൂട്ടായിട്ട് വെഹിക്കിളിൽ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഡിവൈസ് അത് പിക്ക് ചെയ്യും. അതിനനുസരിച്ച് പ്രീ സെറ്റ് ആയിട്ടുള്ള വാല്യൂ വെച്ചിട്ട് ഇത് വർക്ക് ചെയ്യും. അപ്പോൾ ഒരു കസ്റ്റമർ ഒരു കണ്ടിന്യൂസ്ലി ഡ്രൈവ് ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ ഈ വാല്യൂ എല്ലാം സിമ്പിളായിട്ട് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമ്മൾ അതിനകത്തോട്ട് എക്സ്ട്രാ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ ഒരു 100-120 പോകുമ്പോഴത്തേക്കും ടേൺ ചെയ്യണം അല്ലെങ്കിൽ ഓവർടേക്ക് ചെയ്യണം എന്നൊക്കെയുള്ള ഒരു ഇൻപുട്ട് ഡിവൈസ് വന്ന് അപ്പം തന്നെ വാല്യൂസ് ഇൻ്റർചേഞ്ച് ചെയ്യും. നേരത്തെ ഫസ്റ്റ് വന്നിരുന്ന ടീമിൽ ഫ്രണ്ടും ബാക്കുമാണ് നമുക്ക് വാല്യൂ വന്നിരുന്നത്. അത് കഴിഞ്ഞ് ആക്റ്റീവ് പ്രോ വന്നപ്പോഴത്തേക്കും 4 ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാന്നുള്ള ഓപ്ഷൻ വന്നു. ആക്റ്റീവ് പ്രോയും കഴിഞ്ഞ് ഇപ്പോൾ EDFC 5 വന്നപ്പോൾ കുറച്ചും കൂടി പി ആയിട്ട് വാല്യൂ എടുക്കുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. അതിനൊരു AI ഇൻ്റഗ്രേറ്റഡ് എന്നുള്ള രീതിയിലാണ് ടീം പ്രസൻറ്റ് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല ഇതിൻ്റെ മോട്ടറിൻ്റെ സൗണ്ട് കുറച്ചും കൂടി കുറവുണ്ടെന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. നേരത്തെ നമുക്ക് ആക്റ്റീവുള്ള മോഡൽസൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും മോട്ടർ ഓൺ ആവുന്നതും പിന്നെ വർക്ക് ആവുന്നതൊക്കെ അറിയാൻ പറ്റും. പക്ഷേ EDFC 5 ഓൾമോസ്റ്റ് സൈലൻ്റ് ആണെന്ന് പറയാം. ഒരു രീതിയിലും നമുക്ക് മോട്ടർ വർക്ക് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യുന്നതോ ഫീൽ ചെയ്യാനായിട്ട് പറ്റില്ല. മാത്രമല്ല ഇതിൽ നേരത്തെ വന്നതിനേക്കാളും LCD മോണിറ്ററാണ് വന്നിട്ടുള്ളത്. ഞാൻ കണക്ട് ചെയ്തിട്ട് കാണിച്ചു തരാം. LCD കുറച്ചും കൂടി ക്രിസ്റ്റൽ ക്ലിയർ ആയിരിക്കും വാല്യൂ വരുന്നത്. പിന്നെ അത് കൂടാതെ ഇതിൻ്റെ കളർ ഓപ്ഷൻസ്, മൾട്ടിപ്പിൾ കളർ ഓപ്ഷൻസ് ഈ ഡിസ്പ്ലേയിൽ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പിന്നെ ഓട്ടോ ഡിമ്മിംഗ് ഉണ്ട്. ഓട്ടോ ഡിമ്മിംഗ് മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷേ ഇതിൽ കുറച്ചും കൂടി ഓട്ടോമാറ്റിക്കലി നൈറ്റിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള റിഫ്ലക്ഷൻസ് അല്ലെങ്കിൽ ലൈറ്റ് ഓപ്ഷൻസ് കൊണ്ട് ഡിസ്റ്റർബ് ചെയ്യാത്ത രീതിയിൽ നമുക്കത് ഈസി ആയിട്ട് ഡാഷ്ബോർഡിലോ അല്ലെങ്കിൽ ലെവൽ കൺവീനിയൻ്റ് ആയിട്ടുള്ള രീതിയിലോ പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഏകദേശം 260 to 1000 കളർ ഓപ്ഷൻസ് ലൈറ്റ്സ് നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. പിന്നെ സൗണ്ട് ഓപ്ഷൻസ് നമുക്ക് 3 ലെവലിൽ വരെ അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ EDFC 5 നമ്മൾ ഒരു ലോക്ക് ഓപ്ഷൻ കൂടി കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മളൊരു മോഡിലിട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറൊരു ഓപ്ഷൻ ഉള്ളത് നമ്മൾക്കൊരു G ആക്സിലറേറ്റഡ് ഒരു ഇത് വെക്കാൻ പറ്റും. ഒരു കട്ട് ഓഫ് പോയിന്റ് വെച്ച് കഴിഞ്ഞാൽ ആ പോയിന്റിൻ്റെ താഴെ EDFC വർക്ക് ചെയ്യാത്ത രീതിയിൽ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്ത് വെക്കാം. അതായത് ഇപ്പോൾ നമ്മൾ കസ്റ്റമറിന് വില്ലിങ് ആൾക്കിപ്പോൾ ഒരു 50 അല്ലെങ്കിൽ 40-50-60 കിലോമീറ്റർ അബവ് മാത്രം ഇത് വർക്കിംഗ് ചെയ്താൽ മതി എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴെയുള്ള വാല്യൂ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി സസ്പെൻഷൻ ഒരു പ്രീസെറ്റ് മോഡിലോട്ട് പോകും. അതുകൂടാതെ എക്സ്ട്രാ നമുക്ക് 2 ബട്ടൺ ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി ഈ EDFCയിൽ വരുന്നുണ്ട്. അതായത് ഹാൻഡ് ബ്രേക്കായിട്ട് കണക്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ എക്സ്ട്രാ ബട്ടൺ വെച്ചിട്ടോ നമ്മളൊരു എക്സ്ട്രാ ഒരു ഇൻപുട്ട് ഇതിനകത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു പ്രീസെറ്റ് വാല്യൂയിലേക്ക് നമുക്ക് നമ്മുടെ സസ്പെൻഷൻ ആക്കാൻ പറ്റും. ഇപ്പോൾ ഒരു റൈനി മോഡാണ്,
റെയിനിൽ നമുക്കിപ്പോൾ EDFC വർക്ക് ചെയ്യാനായിട്ട് റെയിൻ സെൻസർ എന്നുള്ള വാല്യൂ എന്തായാലും EDFCയിൽ വരില്ല. പക്ഷേ യൂസറിന് അറിയാൻ പറ്റും നമുക്ക് വേണ്ട മോഡ് ഏതാണെന്നുള്ളത്. ആ മോഡ് സെറ്റ് ചെയ്ത് വെച്ചാൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു മോഡിലേക്ക് എല്ലാത്തിനും സ്റ്റിഫ്നെസ് മാറുന്നതായിരിക്കും. അപ്പോൾ ഹാൻഡ് ബ്രേക്കിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് ഇപ്പോൾ സോഫ്റ്റ് മോഡിലാണ് ഡ്രൈവ് ചെയ്യുന്നത്, ഒരു 120 കിലോമീറ്ററിലാണ്. ഹാൻഡ് ബ്രേക്ക് വലിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഹാൻഡ് ബ്രേക്കിൽ നമ്മൾ ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ വാല്യൂ നമുക്ക് വേണ്ട വാല്യൂയിലേക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആളുകളുടെ എണ്ണം കൂടുതലാണ്, കുറച്ച് ഹെവി ലോഡിലാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ ഏത് കണ്ടീഷൻ വർക്ക് ചെയ്യണം. കാരണം നമുക്ക് വെഹിക്കിൾ ലോഡ് വെച്ചിട്ട് EDFCക്ക് എന്തായാലും വർക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ നമുക്ക് എക്സ്ട്രാ ഒരു ഇൻപുട്ട് ബട്ടൺ വെച്ചിട്ട് നമുക്ക് ഇതിനകത്ത് ഇൻപുട്ട് കൊടുക്കാം. ഹെവി ലോഡാണുള്ളത്, ഞാൻ എങ്ങനെയാണോ യൂസർ ഡിഫൈൻ ചെയ്തിട്ടുള്ള ആ ഒരു പ്രീസെറ്റിലേക്ക് വരണം എന്ന് പറഞ്ഞാൽ അത് നമുക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാനായിട്ട് പറ്റും. EDFCയുടെ കുറച്ച് ഡിസ്പ്ലേ ഓൺ ആയി കഴിയുമ്പോഴത്തേക്കും കുറച്ച് ഇൻപുട്സ് ഞാൻ ഇതിനകത്ത് കാണിച്ചു തരാം. അപ്പോൾ മെയിൻലി 5 പോയിന്റ്സ് ആണ് EDFC 5 വരുന്നത്. ഒന്ന് AI കൺട്രോൾഡ് ആണ്, 2 ജർക്ക് ഇതിനകത്ത് സെൻസ് ചെയ്യും, 3-മത്തത് LCD മോണിറ്റർ, പിന്നെ 4-മത്തത് മോട്ടർ കുറച്ച് ക്വൈറ്റാണ്. 5-മത്തെ പോയിന്റ് ഞാൻ പറയാനായിട്ട് വിട്ടുപോയതാണ്. 96 ലെവലാണ് ഇതിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അതായത് ഇപ്പോൾ 1 to 100 നമ്മളിപ്പോൾ ഒരു സോഫ്റ്റ്, മീഡിയം, ഹാർഡ് എന്ന് പറയുമ്പോൾ ചിലപ്പോൾ അതൊരു 3-4 സ്പ്ലിറ്റായിട്ട് വരും. ഇത് നമ്മൾ കുറച്ച് റിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണെങ്കിൽ എനിക്കൊരു 1, 2, 3, 4, 5, 6 അങ്ങനെ ഡിഫൈൻഡ് കുറച്ചും കൂടി മൈന്യൂട്ടായിട്ടുള്ള ഒരു ഡാമ്പിങ് ഫോഴ്സ് വേണമെന്നുണ്ടെങ്കിൽ ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. 1 to 96 ഇടയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ചില യൂസേഴ്സിന് പക്ഷേ ഇത്രയും റിഫൈനായിട്ട് വേണ്ട, അയാൾക്ക് മിഡ്, ഹാർഡ് അങ്ങനെയൊക്കെ മതി എന്നുണ്ടെങ്കിൽ ഇതിൽ നമുക്ക് 16ലേക്ക് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ടോട്ടൽ 16 ആയിരിക്കും വരിക. അതിനകത്ത് ഫസ്റ്റ് ക്ലിക്കിൽ ചിലപ്പോൾ 4 വരും, പിന്നെ 8 വരും, അങ്ങനെ മാറാനായിട്ട് പറ്റും. ഇത് തന്നെ 2-3 മോഡിൽ നമുക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ റിഫൈൻഡ് രീതിയിലുള്ള ഡാമ്പിങ് ഫോഴ്സ് വേണ്ട ആൾക്കാർക്ക് അത് 96 എല്ലാ പാരാമീറ്റേഴ്സും യൂസ് ചെയ്യുക. അല്ലാത്തവർക്ക് ഒരു ബേസിക് ആയിട്ട് ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഇൻസ്റ്റാളേഷൻ കാണാം. അപ്പോൾ ടീമിൻ്റെ ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞു, നമ്മൾ കുറച്ചൊന്ന് ഓടിച്ചു നോക്കി. പിന്നെ ഓഫ് റോഡിൽ ടീമിൻ്റെ പെർഫോമൻസ് പറയേണ്ടത് തന്നെയാണ്. ഇപ്പോൾ GPS വെച്ചിട്ടാണ് വർക്ക് ചെയ്യണേ. ഞാൻ ഇപ്പോൾ സ്ലോ ടേണിങ് എടുത്തിട്ടുള്ളത്, ഇതിപ്പോൾ സ്ലോ ആണ് വണ്ടി. അപ്പോൾ ഓഫ് റോഡിൽ ഇപ്പോൾ സസ്പെൻഷൻ എല്ലാം സോഫ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ആക്ഷൻ പ്രോപ്പറായിട്ട് കിട്ടും. ഇനി ഞാൻ ഹൈവേയിലേക്ക് കയറുമ്പോൾ, ഇത് മുമ്പ് ഞാൻ കാണിച്ചിട്ടുണ്ട്, ഹൈവേയിലേക്ക് കയറുമ്പോഴുള്ള സ്റ്റിഫ്നെസ് വേണമെങ്കിൽ നോക്കിക്കോ. ഇത് എടുത്ത് പറയാതിരിക്കാൻ വയ്യ, മാർവലസ്. ഇപ്പോൾ സസ്പെൻഷൻ എല്ലാം സ്റ്റിഫാണ്. ഇനി EDFC 5ൻ്റെ പ്രത്യേകത, നമ്മളിപ്പോൾ ടേൺ ചെയ്ത് കഴിഞ്ഞാലും വെഹിക്കിൾ സ്റ്റെബിലിറ്റി ഫീൽ, സ്റ്റിയറിംഗ് ടേൺ ചെയ്യുമ്പോൾ തന്നെ ജെർക്ക് എടുത്തു കഴിഞ്ഞാൽ അപ്പം തന്നെ അതിൻ്റെ ആക്ഷൻ മാറ്റുകയാണ് ചെയ്യുക. 1 പ്രിസിഷൻ എന്ന് വെച്ചാൽ അത് EDFCയിൽ തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാനായിട്ട്. ഇത് EDFC ഫിറ്റ് ചെയ്തിട്ടുള്ള വണ്ടി നിങ്ങൾ ഡ്രൈവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. ഒന്നാമത് ഫോർച്യൂണർ പോലത്തുള്ള വെഹിക്കിൾസ്, ഇത്രയും ഹെവി SUV വെഹിക്കിൾസിലൊക്കെ ഇത്ര പ്രിസിഷൻസ് അല്ലെങ്കിൽ ഇത്ര നമുക്ക് കോൺഫിഡൻസ് ഹൈ എൻഡിൽ തരണമെന്നുണ്ടെങ്കിൽ അത് വേറൊരു മെക്കാനിസം തന്നെ വേണമെങ്കിൽ പറയാം. കാരണം ഈ സസ്പെൻഷൻ നമ്മൾ ഫുൾ സ്റ്റിഫ് അല്ലെങ്കിൽ ഫുൾ രീതിയിൽ പോയി കഴിഞ്ഞാൽ ഇത് നമുക്ക് ഓഫ് റോഡ് ഓടിക്കാൻ പറ്റില്ല. എന്നാൽ ഹൈവേയിൽ നമുക്ക് അത്ര സോഫ്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ഹൈവേയിൽ ടേൺ ചെയ്യാനും പറ്റില്ല. ഇപ്പോൾ ഞാനൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ സോഫ്റ്റിലാണ് ഞാൻ ഓടിക്കുന്ന, അങ്ങനത്തെ രീതിയിലാണ് ചെയ്തിട്ടുള്ള ഓഫ് റോഡ് സസ്പെൻഷൻ ആണെന്നുണ്ടെങ്കിൽ ടേൺ ചെയ്യുമ്പോൾ വണ്ടി റോൾ ചെയ്യും. ഇതിൽ ജെർക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ, ഞാനിപ്പോൾ ഇത്രയും സ്പീഡിൽ ഞാൻ പെട്ടെന്ന് ടേൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ജെർക്ക്, സ്റ്റിയറിംഗ് ടിൽറ്റിംഗ് ജെർക്ക് EDFC 5 മോഡ്യൂളിൽ സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഇതിൻ്റെ ആക്ച്വേറ്ററിൻ്റെ ഡാമ്പിംഗ് ഫോഴ്സ് ചേഞ്ച് ചെയ്യാണ് ചെയ്യുക. അതാണ് ഇതിൻ്റെ വർക്കിംഗ് മെക്കാനിസം. എന്ന് വെച്ചാൽ നമ്മൾ ഏത് ടെറൈനിലാണെന്നുണ്ടെങ്കിലും ഓട്ടോയിലിട്ടാണ് നമ്മൾ ഓടിക്കുന്നതെന്നുണ്ടെങ്കിൽ EDFC 5 ടെറൈൻ അനുസരിച്ചും ടിൽറ്റിനനുസരിച്ച്, ഇപ്പോൾ ഞാൻ പെട്ടെന്ന് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതെന്തുകൊണ്ടാണ് നോർമൽ ഫോർച്യൂണറിനേക്കാളും ആ ഒരു ടിൽറ്റിങ് കുറവെന്ന് വെച്ചാൽ ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് തന്നെ EDFC 5 സെൻസ് ചെയ്തിട്ടുണ്ട് ജർക്കിങ്, ഇത് ബ്രേക്ക് ചെയ്യാൻ പോവുകയാണെന്നുള്ളത്. അപ്പം തന്നെ ഫ്രണ്ട് ഹാർഡും റിയർ സോഫ്റ്റും ആക്കും. അതുകൊണ്ടാണ് ആ ഒരു ഫീല് കറക്റ്റ് കിട്ടുന്നത്. നോർമൽ ഫോർച്യൂണറിലാണെങ്കിൽ നമുക്ക് ഇതിനേക്കാളും കുറച്ചുകൂടി ഇത് ഫീൽ ചെയ്യും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ടേൺ എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഈ ടേണിങ്ങിന് മുമ്പേ തന്നെ ഇത് ജർക്ക് സെൻസ് ചെയ്ത് കഴിഞ്ഞാൽ AI ജനറേറ്റർ അല്ലെങ്കിൽ AI കൺട്രോൾ എന്നുള്ള രീതിയിൽ ഇതിൽ ആക്ച്വേറ്റേഴ്സ് വർക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു പ്രത്യേകത, മുമ്പത്തെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു,
ഇതിൻ്റെ മോട്ടറിന് സൗണ്ട് കുറവാണ് ആക്ച്വേറ്ററിൻ്റെ മുകളിലിരിക്കുന്നത്. നോർമലി മുമ്പത്തതിനെല്ലാം EDFCയുടെ കൂടെ മോട്ടോഴ്സ് വർക്ക് ചെയ്യുമ്പോൾ ഡാമ്പറിൻ്റെ കൂടെയുള്ള മോട്ടോർ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒരു നോയ്സ് നമുക്ക് കേൾക്കാമായിരുന്നു. ഇപ്രാവശ്യം നമുക്കിതിൻ്റെ സൗണ്ടൊന്നും കേൾക്കാൻ പറ്റില്ല. കാരണം EDFC 5ൻ്റെ കൂടെ വരുന്ന മോട്ടോഴ്സിൻ്റെ എല്ലാം സൗണ്ട് കമ്പാരിറ്റീവ്ലി പ്രീവിയസ് മോഡൽസിനേക്കാളും കുറവാണ്. അപ്പോൾ എങ്ങനെയുണ്ട് സാധനം? അപ്പോൾ നിങ്ങൾ ഇതുവരെ ഫോർച്യൂണർ അല്ലെങ്കിൽ ഏത് കാറും ആയിക്കോട്ടെ ടീൻ കോമ്പാക്റ്റബിൾ ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ടീൻ ട്രൈ ചെയ്യുക. രണ്ടാമത് ഇതിൽ EDFC സപ്പോർട്ടുള്ള മോഡലാണ് നിങ്ങൾ സീക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ റോഡിൻ്റെ ടെറൈനനുസരിച്ചോ നിങ്ങളുടെ ഡ്രൈവിംഗ് പാറ്റേണിനനുസരിച്ചോ ചേഞ്ച് ചെയ്യുന്ന ഒരു സസ്പെൻഷൻ, ഒരു അഡാപ്റ്റീവ് സസ്പെൻഷനാണ് നിങ്ങൾ നോക്കുന്നതെന്നുണ്ടെങ്കിൽ വിത്ത് EDFC തന്നെ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ചെയ്യുക. ഇനി നിങ്ങൾക്കിത് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓട്ടോസ്റ്റാർക്കായിട്ട് കണക്ട് ചെയ്യുക. നിങ്ങളുടെ അടുത്തുള്ള ഓട്ടോസ്റ്റാർക്ക് ഷോറൂമിലോ അല്ലെങ്കിൽ എവിടെയാണെന്നുണ്ടെങ്കിലും കോൺടാക്ട് ചെയ്തിട്ട് ഇങ്ങനത്തെ ഒരു വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് പോസിബിലിറ്റി ഉള്ളത് നോക്കിയിട്ട് പറയാം. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വെഹിക്കിൾ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുന്ന അറേഞ്ച്മെൻറ്റ് നമുക്ക് ഒരു സ്പെഷ്യൽ കേസായിട്ട് വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. ഇതാണ് നമ്മുടെ ഓട്ടോസ്റ്റാർക്കിൽ ഇപ്പോൾ റീസെൻ്റ്ലി ചെയ്തിട്ടുള്ള ഫോർച്യൂണർ വിത്ത് EDFC 5. മേ ബി ഇന്ത്യസ് ഫസ്റ്റ് ടൈപ്പ് ടു ഫോർച്യൂണർ വിത്ത് EDFC 5 എന്ന് പറയാം. നിങ്ങളുടെ വെഹിക്കിളിൽ നിങ്ങൾ ടീൻ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. ടീൻ അല്ലെങ്കിൽ ഏതെങ്കിലും സസ്പെൻഷൻ ഓപ്ഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓട്ടോസ്റ്റാർക്ക് കണക്ട് ചെയ്യുക. നിങ്ങളുടെ റിക്വയർമെൻറ്റ് എന്താണ്, സസ്പെൻഷൻ എന്തിനാണ് മാറ്റുന്നത്, ആ ബേസിക് നിങ്ങളുടെ റിക്വയർമെൻറ്റ് മാത്രം നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ പ്രോപ്പറായിട്ട് നമ്മളുടെ ടീം നിങ്ങളെ ഗൈഡ് ചെയ്ത് തരുന്നതായിരിക്കും. സോ അടുത്ത വീഡിയോയിൽ മറ്റൊരു വണ്ടിയുമായിട്ട് കാണാം.